ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് ഹോളിഡേ ഉള്ളൊരു ദിവസം പക്ഷേ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ദിവാലി ഹോളിഡേ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അന്ന് നമുക്ക് ഹോളിഡേയ്സ് പൊതുവേ നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അന്ന് എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് ഹോളിഡേ എടുത്തില്ല. അപ്പോൾ എന്തായാലും രാവിലെ കുട്ടികളെ വിടേണ്ട ആ ഒരു റഷൊന്നുമില്ല. പക്ഷേ നമ്മൾ രാവിലെ പണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വെച്ചു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് വിരിച്ചിട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ വീട് പകുതി ഒന്ന് നീറ്റാക്കാമല്ലോ. കൂടെ അത്യാവശ്യത്തിനൊരു പിക്കപ്പ് കൂടി ചെയ്യാം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ രാവിലെയുള്ള സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം വൈറ്റമിൻ സി സെറം അപ്ലൈ ചെയ്യാറുണ്ട്. അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യും. ഇത് മിക്ക ദിവസവും തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. വിട്ടു പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കാറുണ്ട്. മുന്നേ ഞാൻ വീക്ക്ലി വൺസൊക്കെ ഒരു കോഫി മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ തിരക്കായപ്പം അതൊന്നും ചെയ്യാറില്ല. അപ്പോൾ മാക്സിമം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, സെറം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം മാക്സിമം എന്താ പറയുക, വിട്ടു പോവാതെ ട്രൈ ചെയ്യുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബദാം 4 ബദാം കുതിർത്തത്, അല്ലെങ്കിൽ വാൾനട്ട്സ്, അതല്ലെങ്കിൽ റേസൻസ്, ഇതേതെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒന്ന് വാക്യൂം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഇതിനൊന്നും നിൽക്കാറില്ല. അപ്പം ഇതിപ്പം സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് നമുക്ക് മോർണിംഗിൽ കുറച്ച് സമയം കിട്ടുമല്ലോ. അപ്പം ഞാൻ നമ്മുടെ ക്ലീനിങ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിനകത്ത് നമ്മുടെ ആ ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റിലെ ഡസ്റ്റൊന്നും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വിടുവാണെങ്കിൽ കുറേയൊക്കെ ഡസ്റ്റ് പിക്കപ്പ് ചെയ്യാമല്ലോ. ഇപ്പോഴാണെങ്കിൽ നല്ല പൊടിയാണ് വീട്ടിലൊക്കെ. നമ്മളിപ്പോൾ റെഗുലർലി നല്ലപോലെ ക്ലീൻ ചെയ്തിടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ മുന്നത്തേലും നല്ല പൊടി വരുന്നുണ്ട്. അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഇപ്പോൾ ഈ വാക്യൂം ക്ലീനർ അങ്ങനെ വരുമ്പോൾ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ ബിസി ആവുന്ന സമയത്ത് അത് ജസ്റ്റ് ഓൺ ചെയ്തിടുവാണെങ്കിൽ. പിന്നെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എൻ്റെ വെയ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ മുന്നത്തേലും ഡിഫിക്കൽട്ടാണ് ഇരുന്നുള്ള ജോലി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു വാച്ചിൽ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കെട്ടിയിട്ടില്ല കേട്ടോ. അപ്പം അത് റെഗുലറായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളൊരു 30 മിനിറ്റ്സ് വാക്കിംഗ് ഡെയിലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടിയിട്ട് രാത്രിയാവുമ്പോഴത്തേനും ഒരു 10,000 സ്റ്റെപ്സ് എങ്കിലും എത്തിക്കാൻ പറ്റിയാൽ അതാണ് എൻ്റെ ടാർഗറ്റ്. അപ്പം അതും ഒന്ന് ട്രാക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റ് എൻഷുർ ചെയ്യാമല്ലോ. അപ്പോൾ രാവിലെ പുട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബീഫ് ഉള്ളതുകൊണ്ട് അതും എടുത്തു. പിന്നെ പഴമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടുകയാണ്. അങ്ങനെ വാക്യൂം ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അതിൻ്റെ ജോലി ചെയ്തോളുമല്ലോ. അങ്ങനെ കിഡ്സ് റൂമും ഞാൻ നീറ്റാക്കി വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം എന്നും ഒരു ലോഡ് ലോണ്ട്രി മടക്കാനുണ്ടാവും. മുന്നത്തെ പോലെ ചിലപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് അത് പെൻഡിങ് ഒക്കെ വരാറുണ്ട്. എന്നാലും മാക്സിമം അന്നന്ന് തന്നെ മടക്കി വയ്ക്കാൻ വേണ്ടി നോക്കാറുണ്ട് കേട്ടോ. അപ്പം ഹസ്ബൻഡിൻ്റെയും മോളുടെയും തുണികൾ അവർ തന്നെ മടക്കി വയ്ക്കും. മോനാണ് കുറച്ച് പുറകോട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് അവനുള്ള സമയത്ത് അവൻ്റെ ഡ്രസ്സുകൾ മടക്കി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. അപ്പം അവനെ കൊണ്ട് തന്നെ ഒന്ന് എടുത്തു വെപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പയ്യെ അവരെ കൊണ്ടൊന്ന് ശീലിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. പക്ഷെ എല്ലാ കുട്ടികൾക്കും ചില മക്കളത് ഇഷ്ടത്തോടെ ചെയ്യും, ചിലർക്കതത്ര ഇഷ്ടം ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അത്യാവശ്യം ഒന്ന് ഒതുക്കിയിട്ടതിന് ശേഷം ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടി ഞാനൊരു ബ്രേക്ക് എടുക്കും. ഇപ്പം അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കൂടെ ഡയറ്റും നോക്കണമല്ലോ. അപ്പം മാക്സിമം ഇതിൻ്റെ ഇടയിൽ സ്നാക്കിങ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ ഒരു മിഡ് മോർണിംഗ് സ്നാക്ക് പോലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അന്ന് ഇപ്പോൾ കരിക്കിൻ്റെ ജ്യൂസ് അടിച്ചിട്ടാണ്, കുറച്ച് കരിക്കുണ്ടായിരുന്നു, അപ്പോൾ അതാണ് കേട്ടോ കഴിക്കുന്നത്.
പിന്നെ വീണ്ടും ജോലിക്ക് ഇരുന്നിട്ട് പിന്നെ ലഞ്ച് ടൈം ആകുമ്പോഴാണ് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ നമുക്ക് വർക്ക് കുറവുള്ള ആ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുത്ത് നമ്മുടെ കാര്യങ്ങളും കൂടി ചെയ്തു പോകാമല്ലോ. അപ്പോൾ എന്തായാലും തിരക്ക് കുറഞ്ഞൊരു സമയത്തിൽ ഞാൻ പെൻഡിങ് ലോണ്ട്രി പെട്ടെന്ന് തന്നെ മടക്കി വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാൻ പറ്റി. പിന്നെ ലഞ്ച് ടൈം ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വരും. മാക്സിമം പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കും. അപ്പം അന്ന് എന്തായാലും വീട്ടിൽ എല്ലാവരും തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ളത് കൊണ്ട് കുറച്ച് 1-2 ഐറ്റംസും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ചായി എയർ ഫ്രയർ യൂസ് ചെയ്തിട്ട്, അപ്പോൾ അതിൽ 1-2 ഐറ്റംസും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ ഞാൻ സോയ ഫ്രൈ നമ്മൾ ചെയ്യുമല്ലോ, അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ സോയ ഫ്രൈ ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ ഞാൻ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ നമ്മുടെ ചീരത്തോരൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങയിലോട്ട് ഉള്ളിയും പച്ചമുളകും നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി അങ്ങ് തിരുമ്മി പിടിപ്പിച്ചിട്ട് കടുക് പൊട്ടിച്ച് തേങ്ങയൊന്ന് വഴറ്റി പിന്നെ അതിലോട്ട് ചീര ജസ്റ്റ് ആഡ് ചെയ്ത് ഇളക്കി അങ്ങ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സോയ ഒന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്തിടുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണമല്ലോ എന്തായാലും സോയ കുക്ക് ചെയ്യണ ടൈമിൽ. അപ്പോൾ ഇത് കുറച്ച് നേരം സോക്ക് ചെയ്തതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് സോയ ഫ്രൈ ആക്കാൻ വേണ്ടി എടുക്കാറ്. അങ്ങനെ കുക്കിങ്ങൊക്കെ സൈഡ് ബൈ സൈഡ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്രോസറി വന്നു. സാധാരണ ഐറ്റംസൊക്കെ തന്നെ, ബേസിക്സൊക്കെ തന്നെയാണ്. അതായത് ഇത് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പം അത്യാവശ്യമുള്ള ബ്രെഡ്, പിന്നെ ദോശമാവ്, മുട്ട, അങ്ങനെ ബേസിക്സൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് തീരുന്ന സമയത്ത് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ കിട്ടും. അതൊരു വലിയ സൗകര്യമാണ്. അപ്പം അത് ആ ഒരു ടൈമിലാണ് വന്നത്. അപ്പം ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ മോൻ്റെ എക്സാംസ് ആ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതായിരുന്നു. അപ്പം കുറച്ച് TV കാണലും കുറച്ച് പഠിത്തമൊക്കെ ആയിട്ട് അതും നമ്മൾ സൈഡ് ബൈ സൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം അവൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചതിന് ശേഷം വീണ്ടും അവൻ TV കാണാനിരുന്നു. ഞാൻ വേഗം ബാക്കി കുക്കിങ്ങിലേക്ക് തിരിച്ചു വന്നു. അപ്പം അതിന് ശേഷം കുക്കിംഗ് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ജോലി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ചീര അവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അതും സൈഡ് ബൈ സൈഡ് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ചീര മുന്നേ തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ ചീരത്തോരനൊക്കെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാമല്ലോ. എന്തായാലും വെജിറ്റബിൾസിൻ്റെ കട്ടിങ്ങിനൊന്നും മിക്കവാറും തന്നെ ഞാൻ രാവിലെ നിൽക്കാറില്ല. മിക്കവാറും തന്നെ അരിഞ്ഞ് വെക്കാറുണ്ട്. പറ്റുമ്പോഴൊക്കെ തന്നെ അരിഞ്ഞ് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സോയ ചൂടുവെള്ളത്തിലിട്ടത് ഇനിയിപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയണം. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം തന്നെ ഞാൻ സൈഡിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അളവൊക്കെ നമ്മുടെ സോയയുടെ അനുസരിച്ച് അങ്ങ് ഒരു കൈക്കണക്കിന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുളക് പൊടി ആഡ് ചെയ്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അടുത്തത് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഒരുപാടില്ല കേട്ടോ, കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നത്തെ ഐറ്റമാണ് കോൺഫ്ലോർ ചേർക്കുക. അപ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടും കേട്ടോ. ഇതൊരു 65 മോഡലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് വരും തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പം ചിക്കൻ 65 ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സോയ വെച്ചിട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെ വരുമെന്ന് അറിയില്ല. അതുപോലെ എയർ ഫ്രയറിലും ചെയ്തു നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ചായി ശരിക്കും എയർ ഫ്രയർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എടുത്തിട്ട് നന്നായി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഈ സോയ എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ നമ്മൾ മസാല ഇട്ടാൽ അത് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആവും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ചാട്ട് മസാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അതുപോലെ കുറച്ച് മാരിനേറ്റഡ് ആയിട്ടുള്ള ചിക്കൻ്റെ ലെഗ് പീസസ് ഇല്ലേ, 4 ലെഗ് പീസസ് മാരിനേറ്റഡ് ആയിട്ടുള്ളത് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് ഇതിനകത്ത് ഫ്രൈ ആക്കി എടുക്കാം.
അപ്പം എണ്ണയൊക്കെ കുറച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ആദ്യം അത് ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ സോയയുടെ ഫ്രൈ ചെയ്യാം. അപ്പോഴത്തേനും അത് സോയയിൽ നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോൾ ഇതാ 4 ലെഗ് പീസസ് ആണ്. ഇത് മാരിനേറ്റഡ് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, ലുലുന്ന് ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അതെന്തായാലും ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ കുറച്ച് ഓയിൽ ജസ്റ്റ് അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കും. ശരിക്കും അങ്ങനെ ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ കൂടിയും നമുക്കത് നല്ല രീതിയിൽ ക്രിസ്പിയായി കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെ തീരെ ഓയിലില്ലാണ്ട് യൂസ് ചെയ്താൽ അത്ര ഇഷ്ടമല്ല. അപ്പം എന്തായാലും അത് ആദ്യം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ബാസ്ക്കറ്റ് അങ്ങ് വെച്ച് കൊടുത്തു. പിന്നെ പവർ ഓൺ ചെയ്യുക. ഞാൻ ജസ്റ്റ് എയർ ഫ്രയറിൻ്റെ വർക്കിങ്ങും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ്. നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, പിന്നെ ടൈം എത്രയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ 185 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് ഞാൻ ഒരു 5 to 10 മിനിറ്റ്സ് വരെ, ചിക്കൻ ആകുമ്പോൾ നല്ല വേവ് ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്താ ടെമ്പറേച്ചർ നമുക്ക് ഇഷ്ടപ്പെട്ടു 185 തൊട്ട് 190 195 അതിൽ മേലേക്ക് ആകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ പുറം അങ്ങ് ക്രിസ്പി ആയി പോകുമല്ലോ. അപ്പം എന്നിട്ട് ഞാൻ എന്താ ഒരു 10 മിനിറ്റ്സ് തന്നെ ഇട്ടു, എന്നാലല്ലേ നമുക്ക് ഉള്ളിൽ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റെപ്സ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. 7000 സ്റ്റെപ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ 30 മിനിറ്റ്സ് നടന്നിരുന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടെ ജിമ്മിൽ വേറെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഷൂട്ടിംഗ് ഒന്നും ചെയ്തില്ല. അപ്പോൾ 30 മിനിറ്റ്സും പിന്നെ ഇന്ന് കുറച്ച് പണികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ആക്റ്റീവായിട്ട് ഇരുന്നതുകൊണ്ട് സ്റ്റെപ്സ് ആ ഒരു ടൈം കൊണ്ട് തന്നെ 7000 കിട്ടി കേട്ടോ. ആ ഒരു ദിവസം ഞാൻ ഈ 2 കബോർഡ് ഒന്ന് ഒതുക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. ഇതിപ്പം നമ്മുടെ എക്സ്ട്രാ ഗ്രോസറിയൊക്കെ ഞാൻ ഈ ഒരു കബോർഡിലാണ് എടുത്തു വെക്കുന്നത്. മുന്നേ കിച്ചണിൽ തന്നെ ഒരു വലിയ കണ്ടെയ്നറിലാണ് എടുത്തു വെച്ചിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ വലിപ്പമുള്ള ഡ്രോയർ ബാസ്ക്കറ്റ്സിൽ എടുത്തു വെക്കുമ്പോഴത്തേനും കുറച്ച് എളുപ്പമായിട്ട് തോന്നി. കാര്യം നമുക്ക് സാധനങ്ങൾ കാണാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഉള്ളിൽ താഴെ പോകുന്നതിനേക്കാളും കുറച്ച് എളുപ്പമാണ്. പക്ഷേ അത് കുറച്ച് മെസ്സി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒതുക്കി വെക്കുകയും ചെയ്യാം. ബാക്കി എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നമ്മളൊന്ന് അറിയുകയും ചെയ്യുമല്ലോ. അപ്പം ആ ഒരു കാര്യം ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും കുറച്ച് വർക്ക് കുറഞ്ഞൊരു ദിവസം ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി എനിക്ക് ചെയ്തു പോകാൻ പറ്റിയ ഒരു ദിവസമാണ്. പിന്നെ അന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും ലുലുവിൽ ഷോപ്പിങ്ങിന് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം വീക്ക്ലി മൺഡേയ്സ് ആണ്. മൺഡേ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴാണ് ഷോപ്പിംഗ് ഡേ എന്ന് പറയുന്നത്. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല തിരക്കായിരിക്കും. അപ്പം പക്ഷെ നമുക്ക് ഇച്ചിരി പാടാണ്. കാര്യം ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്ത് വർക്കിംഗ് ഡേയിലാണ് പോകുന്നത്. അപ്പം എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ അത് അങ്ങ് അഡ്ജസ്റ്റായി വന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസത്തെ ഫുൾ ഡേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലുലുവിൽ പോയതും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയതും പിന്നെ ലുലുവിലെ ദിവാലി ഡെക്കറേഷൻസും എല്ലാം തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ക്ലിപ്പിങ്സൊക്കെ തന്നെ മിസ്സായി. അറിയാതെ അത് ഡിലീറ്റായി പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഏതെങ്കിലും ഒരു മൺഡേ ഇതുപോലെ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഈവനിങ് ഷോപ്പിംഗ് ഒക്കെ കാണിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് ഡേ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഗ്രോസറിയൊക്കെ നോക്കുന്നത് നല്ലതാണല്ലോ. അപ്പം എക്സ്ട്രാ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അന്നത്തെ ദിവസം തന്നെ ആ ഒരു ഡ്രോയർ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പം അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യമൊന്നും ഇതിനകത്ത് കുക്ക് ചെയ്തിട്ടില്ല. പക്ഷേ കുക്ക് ചെയ്തപ്പോഴൊക്കെ നല്ല ടേസ്റ്റായിട്ട് കിട്ടി കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ സോയ ചെയ്തു. സോയ കുറച്ചധികം ഒന്ന് ഫ്രൈ ആയി പോയായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഹോം മാനേജ്മെൻറ്റ് റിലേറ്റഡ് കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.